ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു കറന്റ് എനർജി എന്താണ്, കറന്റ് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന്, ഒരു കാര്യം എന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കണമെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തുമോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത്? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക, ഡീപ്പ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് വീഡിയോ കാണുക. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ആഘോഷം, ഒരു സെലിബ്രേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളൊരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു മാരേജ് ഫംഗ്ഷൻ, എൻഗേജ്മെന്റ് ഫംഗ്ഷൻ, എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഫംഗ്ഷനിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണോ? എന്നാൽ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സെലിബ്രേഷൻ കടന്നു വരാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സന്തോഷം നടക്കാൻ വേണ്ടി പോകുന്നു. ആ ഒരു സന്തോഷത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സക്സസ്, ഒരു സന്തോഷം കടന്നു വരാൻ വേണ്ടി പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊരു ജോലിയൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് പോകാൻ, അതായത് ഗൾഫ്, യൂറോപ്പ് എവിടേക്കെങ്കിലും നിങ്ങൾ മാറി പോകാനായിട്ട് ഇപ്പോൾ ട്രൈ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോ ആഗ്രഹിക്കുന്ന ആൾക്കാരോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു പോസിറ്റീവ് സൈൻ വരാൻ വേണ്ടി പോകുന്നു എന്നാ പറയുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് പോകാൻ ജോലിക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു കോള് അല്ലെങ്കിൽ ഒരു മെയില്, ജോലി ലഭിച്ചു എന്നുള്ള രീതിയിലുള്ള എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ടെൻ ഓഫ് കപ്സിന്റെ എനർജി അതുപോലെ വന്നിട്ടുണ്ട്. നിങ്ങളൊരു ഫാമിലി, നിങ്ങളുടെ ഫാമിലി സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, എല്ലാ പ്രശ്നങ്ങളും തീർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങളും ഒരുമിച്ചിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള, ഒരു സക്സസ് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് നിങ്ങൾ കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു ടൈമിൽ നിങ്ങളോട് പറയുന്നത്. ക്വീൻ ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹാപ്പിനെസ് വരുന്നു. നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഇതുവരെയും നിങ്ങൾക്ക് കിട്ടാൻ വൈകിപ്പോയ എന്തോ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അതൊരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിരിക്കാം. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് മേൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്.
ഓക്കെ. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി സങ്കടത്തില് നിങ്ങളുടെ ഒരു പ്രണയ നഷ്ടത്തിലൊക്കെ നിങ്ങൾ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രണയ നഷ്ടത്തിലൊക്കെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഒരു മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിന് മേൽ നിങ്ങൾക്കൊരു സക്സസ് ആണ് ഇവിടെ വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഘടന വരാൻ വേണ്ടി പോകുന്നു. ഇതുവരെ നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ ഒരു കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിൽ കടന്നുപോയ ഒരു വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കൊരു സക്സസിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ തടസ്സങ്ങളാണ് നിങ്ങൾക്ക് നിന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും ഒരു ഘടന വരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരുന്നു. നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന പല വ്യക്തികളും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി വേദനിച്ചിട്ട് നിങ്ങളുടെ പ്രണയം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തികളുടെ എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നൈറ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം ഫൈറ്റ് ചെയ്തിട്ട് ഒരു വിജയിക്കാനുള്ള ശ്രമത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് കാണാം. നിങ്ങളുടെ ആ ഒരു ശ്രമത്തിന്റെ ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയം തന്നെയാണ് എന്നാണ് ഈ ഒരു കാർഡ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ എനർജി എടുത്തിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് മേൽ ഒരുപാട് പോരാടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതിലൊരു സക്സസ് വരുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഘടന വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു അധികാര പടവിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി പോകുന്നു എന്ന് കൂടെ ഈ ഒരു എംപറർ കാർഡ് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. നേരത്തെയുള്ള നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണലി ഒക്കെ ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഇമോഷണൽ കൺട്രോളിങ് ഇല്ലാത്ത ഒരു പേഴ്സൺസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങളിൽ അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പല വ്യക്തികൾക്കും ഒരു ഇമോഷണൽ കൺട്രോളിങ് വന്നിരിക്കുന്നു. ഇമോഷൻസിനെയൊക്കെ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദേഷ്യം, ആങ്സൈറ്റി, കരച്ചിലായാലും നിങ്ങളിൽ പല വ്യക്തികളും ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കരയുന്ന പേഴ്സൺസ് ആയിരിക്കാം. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് ഇമോഷണലി കൺട്രോൾഡ് ആയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനൊക്കെ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികളിൽ കൂടുതൽ റെസനേറ്റ് ആവുക എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ട് ഒരു സെൽഫ് ലവിലേക്ക് എത്തി നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു 90% അല്ലെങ്കിൽ ഒരു 85-90% എങ്കിലും ഈ ഒരു രീതിയിലേക്ക് മാറിയ വ്യക്തികൾക്കാണ് ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത്. അല്ലാത്ത വ്യക്തികൾ ഇതിൽ ഒരു പകുതി ഭാഗമെങ്കിലും ഇതിനകത്ത് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കുറച്ച് സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ഒരുപാട് വ്യക്തികൾ ഈ ഒരു ടൈമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് ദുഃഖിച്ച് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. ജീവിതത്തിലും ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നുപോയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്ന അവസ്ഥ. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് തെറ്റിപ്പോയത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ തിരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു കൺട്രോളിങ് വന്നിരിക്കുന്നു. അതോടൊപ്പം ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളിലൊരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ പൂർണ്ണമായും ഒരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് പല രീതിയിലുള്ള അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു ടൈമിൽ. പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ അതുപോലെ തന്നെ അവസരങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലെല്ലാം അകപ്പെട്ട് പോകാതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ആ ഒരു കാര്യം മാത്രം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ട് വരണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.
നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ തന്നെ ചെയ്തേക്കുക എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിന് മേൽ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ളത് ഈ ഒരു ടൈം എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് എത്രയും വേഗം സാധ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിന് ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക്, നമ്മൾ ആദ്യവും പറഞ്ഞിരുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ന്യൂ സ്റ്റാർട്ടിംഗ് വരാൻ വേണ്ടി പോകുന്നു. ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ടിംഗ്, സന്തോഷകരമായ ഒരു പുതിയ തുടക്കം. ജീവിതം നിങ്ങളെ പല രീതിയിൽ പല കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒത്തിരി ജീവിതത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ ആ ഒരു കാര്യങ്ങളുടെ എല്ലാം ഗുണം അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു കരിയറിലാണെങ്കിലും ഒരു ഗ്രോത്ത്, അതുപോലെ തന്നെ നിങ്ങളൊരു പ്രണയനഷ്ടത്തിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ലൈഫ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. നിങ്ങൾ പുറത്തേക്ക് ജോലി നോക്കി ആഗ്രഹിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ കടന്നു വരാൻ പോകുന്നു. എല്ലാ രീതി കൊണ്ടിട്ടും അതുപോലെ നിങ്ങൾക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കൈവന്നിരിക്കുന്നു. പല കാര്യങ്ങളിൽ വ്യക്തത കൈവന്നിരിക്കുന്നു. എല്ലാ രീതിക്കും നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കടന്നു വരാൻ പോകുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്കിനെല്ലാം ഒരു ഫലം ലഭിക്കാൻ പോകുന്ന സമയമായിട്ടാണ് കാണുന്നത്. സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങളൊരു സെൽഫ് ലവിലേക്കൊക്കെ സ്റ്റാർട്ട് ആകണം. അങ്ങനെ ചെയ്യാതെ നിൽക്കുന്നവരാണെങ്കിൽ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് പെട്ടെന്ന് റെസനേറ്റ് ആകുന്നതും നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതും അതിലൂടെ അത് പെട്ടെന്ന് നിങ്ങൾക്ക് നടക്കുന്നതും. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇന്നർ സോളിന്റെ പവർ റിയലൈസ് ചെയ്യണം. അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ സോൾ എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്നർ സോൾ ഉള്ള വ്യക്തികളാണ് ഈ ഒരു റീഡിങ്ങിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇന്നർ സോളിന്റെ പവർ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളിപ്പോൾ ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മറ്റൊരാളെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കരുത്. നിങ്ങൾക്ക് വിഷമിക്കാം, പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ കുറച്ചധികം കരുത്ത് ആർജിക്കേണ്ട സമയമാണിത്. കാരണം നിങ്ങൾ അങ്ങനെ കരുത്ത് ആർജിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്നേഹം പോലും നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് നമുക്ക് ഇവിടെ ഈ ഒരു മജീഷ്യൻ കാർഡ് പോലും കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളിൽ പല വ്യക്തികളും ഒരു സെൽഫ് ലവിലേക്ക് എത്താത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് തിരിച്ചു വരണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം കൊണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്ത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നൊരു മെസ്സേജ് കൂടെ ഈ ഒരു കാർഡിനുണ്ട്. സ്നേഹത്തിലൂടെ നമുക്ക് എന്തിനേയും കീഴ്പ്പെടുത്തി സാധിക്കും എന്നൊരു എനർജിയാണ് കാണുന്നത്. നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെയും മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് ഒരു സിംഹത്തിന്റെയുമാണ്. അതായത് ഈ ഒരു കാർഡ് കൊണ്ട് ഇവിടെ നമ്മൾ മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംഹത്തിനെ പോലും മയക്കിയെടുക്കാൻ അല്ലെങ്കിൽ മെരുക്കിയെടുക്കാൻ ഒരു മനുഷ്യന് സാധിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണ്. അപ്പൊ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു പേഴ്സൺ എന്തെങ്കിലും രീതിയിൽ ഒരു ദേഷ്യത്തിലോ കാര്യത്തിലോ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൈവരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യണം. അതിലൂടെ നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിയെ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കീഴ്പ്പെടുത്താൻ സാധിക്കും. സ്നേഹത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നാ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എത്ര സ്നേഹിച്ചിട്ടും അയാൾ പോയല്ലോ എന്നായിരിക്കും. അങ്ങനെ പോയ വ്യക്തികളാണ് എങ്കിൽ പോലും അവർക്കൊരു തിരിച്ചറിവ് വരും. അവരുടെ ലൈഫിലെ ഈ ഒരു ടൈമിൽ അവർക്കൊരു തിരിച്ചറിവ് വരും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മാനിഫെസ്റ്റേഷൻ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു സമയത്ത് പ്രപഞ്ചം നിങ്ങൾക്ക് സാധിച്ചു തരുന്ന ടൈമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം നിങ്ങൾ അവരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ്ക് വെച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സന്റെ സ്നേഹവും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ലഭിക്കുന്നതാണ്.
8 ഓഫ് wands ആ വന്നിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു മാറ്റം വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു മാറ്റങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വരാൻ വേണ്ടി പോകുന്നു. 8 ഓഫ് Pentacles ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ഗ്രോത്ത് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി, അതിലൂടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് കൈവരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നതിലൂടെ നിങ്ങൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരോ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെല്ലാം ഒരു സക്സസ്, ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്കൊരു വീട് വെക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു അവസരം വരുന്നു. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു. അതുപോലെ നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ അതിനെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം കടന്നു വരാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പാർട്ട്ണർ, നിങ്ങളിപ്പോൾ ഒരു പ്രണയമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ വേണ്ടി പോകുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു വഴക്ക്, എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണറുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും മാറി നിൽക്കുന്ന സിറ്റുവേഷനോ, ഒരു പൂർണ്ണമായിട്ട് ഒരു സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനോ ആണെങ്കിൽ പോലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ, ഒരു റൊമാൻസിന്റെ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് വരുന്നു. അതിലൂടെ നിങ്ങൾക്കൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി ലൈഫ്, അതുപോലെ തന്നെ നിങ്ങളൊരു കുട്ടി, നിങ്ങളൊരു പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രഗ്നൻസിക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു കറക്റ്റ് ടൈം ആണെന്നൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. നിങ്ങളുടെ ഈ ഒരു ഭാരപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിഷമപ്പെടുത്തുന്ന ഈ ഒരു സിറ്റുവേഷൻ എല്ലാം മാറി നിങ്ങൾക്കൊരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ടയേർഡ് ആയി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ ഒരുപാട് ടയേർഡ് ആയിട്ടായിരിക്കാം ഈ ഒരു റീഡിംഗ് കാണുന്നത് ഉൾപ്പെടെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ഒരു പരിവർത്തനം നടക്കുകയാണ്. നിങ്ങളുടെ പൂർണ്ണമായും പരിവർത്തനത്തിന്റെ അവസാനമാണ് നിങ്ങളുടേത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാനുള്ളത് ഒരു പ്രകാശം നിറഞ്ഞ ജീവിതമാണ്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പവറിനെ തന്നെ, നിങ്ങളുടെ ഇന്നർ സോളിന്റെ പവറിൽ നിങ്ങളൊരു വിശ്വാസം അർപ്പിക്കുക എന്നാണ് ഈ ഒരു ടൈമിൽ എനിക്കിവിടെ പറയാനുള്ളത്. അതോടൊപ്പം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ ഇതെല്ലാം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നും കൂടെ ഒരു എനർജി ഉണ്ട്. അതോടൊപ്പം നിങ്ങൾക്കൊരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഒരു പല രീതിയിലുള്ള പ്രലോഭനങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ആ ഒരു മെസ്സേജ് ഈ ഒരു ടൈമിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു മോശം അവസ്ഥ വന്നു പെട്ടേക്കാം. ഓക്കെ. നമുക്കിവിടെ 7 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തേക്കുക എന്നുള്ളത്. നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു ടൈമിൽ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന പീരീഡ് ആയിട്ടാണ് കാണുന്നത്. ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന പല വ്യക്തികളും ഇത്രത്തോളം ഒരു വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കില്ല. കുറച്ചായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കുറച്ച് നാളുകളായിട്ടായിരിക്കും നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഹാർട്ട് ചക്രയെ എല്ലാം ഓപ്പൺ ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന കാര്യങ്ങളെല്ലാം വളരെ 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 പെട്ടെന്ന് മാനിഫെസ്റ്റ് ആകുന്ന ഒരു ടൈം ആയിട്ടാണ് കാണുന്നത്. അതിന് ആദ്യമേ വേണ്ടത് നിങ്ങളുടെ ഒരു സെൽഫ് ലവ് ആണ്. ഈ ഒരു സെൽഫ് ലവിൽ എത്തി നിൽക്കുന്ന വ്യക്തികൾക്കായിരിക്കും ഇത് പെട്ടെന്ന് കൂടുതൽ റെസനേറ്റ് ആകുന്നത്. അല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ തന്നെ പവറിനെ തിരിച്ചറിയുക.
ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരു pregnancy ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. നമുക്ക് എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികളിൽ പല വ്യക്തികളും അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കടന്നു വരാൻ പോവുകയാണ്. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാനായിട്ട് പോകുന്ന ഒരു സമയമായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ വിവാഹം, സ്നേഹം, ജോലി, കരിയറിൽ ഒരു ഗ്രോത്ത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം നമുക്കിവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് കടന്നു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികൾക്ക് ഒരു സക്സസ്, ഒരു സന്തോഷമെല്ലാം നിങ്ങളുടെ ലൈഫിൽ കടന്നു വരാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഡിവൈൻ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും നിങ്ങളുടെ കയ്യിലെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് നിങ്ങളെ നയിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ആയ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ആയി തന്നെ എന്നും നിലനിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അതിനെല്ലാം ഒരു സക്സസ് ആണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അതോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.